നീതിമാനായ യൗസേപ്പ് പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ, നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ, നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ, മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാനലയും നാളുകളിൽ സ്നേഹമോടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടുമെന്നുമേ ഞാൻ, സ്തുതിച്ചിടുമങ്ങയെ സ്മരിച്ചിടുമെന്നുമേ ഞാൻ, സ്തുതിച്ചിടുമങ്ങയെ. തിരുഹിതമാണെനിക്ക് ഏകപാതയെന്നും നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ. മനസ്സിലെ ആശ പോൽ നടന്നതെത്ര പാതകൾ, ഉലക സുഖങ്ങളേകിയില്ല ശാന്തി തെല്ലുമേ. ഒരു ഞൊടിയിൽ മറഞ്ഞു പോകുമേതു സ്നേഹവും, അനശ്വര സ്നേഹമോ നീ മാത്രമേകിടുന്നതും അറിഞ്ഞൊരു മാത്രയിൽ അരികിലണഞ്ഞു ഞാൻ. അണമുറിയാത്ത നിൻ സ്നേഹപ്രവാഹം കുരിശിൽ കണ്ടു ദൈവമേ, നിറയും മിഴികളോടെ നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ്
എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ. വേദിയിലിരിക്കുന്ന എല്ലാ ഇഷ്ടാദികളെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ഏതാനും വർഷങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഒരു പിതൃവേദി ദിനം ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. കുടുംബനാഥന്മാരുടെ ആഘോഷം എന്ന് പറയുമ്പോൾ അത് ഇടവക ജനങ്ങളുടെ തന്നെ ഒരു ആഘോഷമായി മാറുകയാണ്. ഇന്ന് നമ്മുടെ വിശിഷ്ടാദികൾ നമ്മുടെ സ്വന്തം പാരിഷ് ബിഷപ്പ് മാത്യു അച്ഛനാണ്. മാത്യു അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ പിതൃവേദിയുടെ ഏത് കാര്യങ്ങളിലും ഏത് അഭിപ്രായങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു അച്ഛൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ള അച്ഛനാണ് നമ്മുടെ മാത്യു അച്ഛൻ. പിതൃവേദിയുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി ഒരു ബാക്ക് ബോണായി നിൽക്കുന്ന മാത്യു അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒക്കെ നൽകുന്നതിനായി മിസ്റ്റർ ജോബ് റോജൻ എബ്രാഹിമിനെ ഞാൻ സദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കറിയാം, സാന്തവും പബ്ലിക് സ്കൂൾ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ അച്ഛന്മാർ എന്നും നമ്മുടെ ഏത് പ്രോഗ്രാമിനും ഇവിടെ എത്താറുണ്ട്. ബിനോയ് അച്ഛൻ, അതുപോലെ ഫാദർ ആൻഡു അച്ഛൻ പുതിയതായിട്ട് വന്നതാണ്. സത്യത്തിൽ അച്ഛന്മാർ നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു പ്രോഗ്രാമിനും നമ്മുടെ കൂടെ എപ്പമുണ്ട്. രണ്ട് അച്ഛന്മാരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ നൽകുന്നതിനായി ഫാദർ ബിനോയ്ക്ക് ബൊക്കെ നൽകുന്നതിനായി മിസ്റ്റർ തോമസ് മാത്യുവിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ ഫാദർ ആൻഡുവിനെ ബൊക്കെ നൽകുന്നതിനായി മിസ്റ്റർ തോമസ് ജോസിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സിസ്റ്റർ ടീന മദറാണ്. നമുക്കറിയാം, എപ്പോഴും പിതൃവേദിയുടെ ഏത് സഹായവും എപ്പോൾ ചോദിച്ചാൽ മദർ റെഡിയാണ്. ചേട്ടന്മാരെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ക്രിസ്ത്യൻ അന്വേഷണവും അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു അമ്മയെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന മദർ. നമ്മുടെ കുടുംബ മീറ്റിങ്ങുകളാണെങ്കിലും വെഞ്ചിരിപ്പില്ലാണ്ട് മദർ നമ്മളോടൊപ്പം വരാറുണ്ട്. മദറിനെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒക്കെ നൽകുന്നതിനായി മിസ്റ്റർ CD സേവ്യറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കറിയാം, ഒരു ഷിപ്പ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തണമെങ്കിൽ, അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ആ കഴിവ് ഒരു കപ്പിത്താൻ്റെയാണ്. അതെ, പിതൃവേദിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്യാപ്റ്റനാണ് മിസ്റ്റർ ജെന്നി ഫിലിപ്പ്. പിതൃവേദി എന്ന സംഘടനയെ നല്ല ദിശയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും സൂക്ഷ്മേരവതനായി എല്ലാവരും ഏകോപിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി നടത്തുന്നു. തീർച്ചയായും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ നൽകുന്നതിനായി മിസ്റ്റർ MC ലോറൻസിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്റ്റർ വർഗീസ് PV, നമ്മുടെ സെക്രട്ടറി, പ്രസിഡന്റിന്റെ താങ്ങും തണലുമായി നിന്ന് എല്ലാ കാര്യങ്ങളും ഏകോപിച്ചുകൊണ്ട് പിതൃവേദിയുടെ എല്ലാ കാര്യങ്ങളും സുഖമായി നടത്തുന്ന മിസ്റ്റർ വർഗീസ് PVയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ നൽകുന്നതിനായി മിസ്റ്റർ പോൾ നെല്ലിശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിതൃവേദിയുടെ വരവും ചെലവും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ PV ഫ്രാൻസിസ്, ട്രഷറർ. അദ്ദേഹത്തിനെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ നൽകുന്നതിനായി മിസ്റ്റർ സാംജി ജോസഫിനെ സ്നേഹപൂർവ്വം സ്വാഗതം ക്ഷണിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഏതൊരു കാര്യമായാലും യൂണിറ്റിൻ്റെ കാര്യമായാലും
നമ്മുടെ ഔദാര്യമുള്ള ഏത് കാര്യമായാലും നമ്മൾ ഏറ്റവും ആദ്യം ഓടിയെത്തുക 2 വ്യക്തികളുടെ അടുത്തേക്കാണ്. മിസ്റ്റർ നിക്സൺ, മിസ്റ്റർ ജോൺ പീറ്റർ ചിറ്റിലപ്പള്ളി. അവരുടെ സുത്യർഹമായ സേവനത്തെ എപ്പോഴും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ പിതൃദിന ആഘോഷവേളയിൽ 2 പേരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ നിക്സൺ ജോസഫിന് ബൊക്കെ നൽകുന്നതായി മിസ്റ്റർ ജോസഫ് കയ്യിലിനെ ഞാൻ ക്ഷണിക്കുന്നു. മിസ്റ്റർ ജോൺ ചിറ്റിലപ്പള്ളിക്ക് ബൊക്കെ നൽകുന്നതായി മിസ്റ്റർ ഷാജിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും കണ്ണാനന്തരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരി അതിന് അധ്വാനമുണ്ട്. 2 മാസത്തോളമായി പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിനും പെർഫെക്ഷൻ, അതിൻ്റെ പൂർണ്ണതയും, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത. തീർച്ചയായും ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൺവീനർ JB റാഫേലിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ നൽകുന്നതിനായി മിസ്റ്റർ ചാർലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റേഴ്സ് ഓഫ് ഹോളി ക്രോസ് സ്കൂൾ, സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് ആൻസ് ഹോസ്പിറ്റൽ, സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് ജെറോം, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഇടവകജനങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം. ഇതോടുകൂടി ഞാൻ എൻ്റെ വെൽക്കം സ്പീച്ച് ഉപസംഹരിക്കുന്നു. താങ്ക് യു. പ്രകാശമാമെന്നേശുനാഥ, തമസിന്റെ മറനീക്കും ആകാശപാന്ത, തവ ദിവ്യ കൃപയാൽ കതിരണിയും ഓരോ ഉഷസിന്റെ ഉണർവേകും ആത്മാവിലെന്നും ഉരുകുന്ന തിരിനാളമായി തിങ്ങുമഴലിന്റെ ഇരുൾ നീക്കിടാൻ ഉലകിന്റെ ദീപം ഉള്ളിൽ കൊളുത്തു ആത്മാവിൻ ഉഷകാലമേ. വിശ്വപ്രകാശമാമെന്നേശുനാഥ, തമസിന്റെ മറനീക്കും ആകാശപാന്ത, തവ ദിവ്യ കൃപയാൽ കതിരണിയും ഓരോ ഉഷസിന്റെ ഉണർവേകും ആത്മാവിലെന്നും ഉരുകുന്ന തിരിനാളമായി തിങ്ങുമഴലിന്റെ ഇരുൾ നീക്കിടാൻ. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പിതൃവേദി ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഇടവജനങ്ങളെ, ഞാനൊരു വലിയ മെസ്സേജ് വലിയ മെസ്സേജ് തരികയാണെങ്കിൽ വലിയൊരു അപരാധമായിരിക്കും ഞാൻ ചെയ്യുന്നത്. നമുക്കറിയാം, പിതൃവേദിയുടെ പേട്രൺ സെയിൻറ്റ്, പിതൃവേദി അസോസിയേഷൻ്റെ പേട്രൺ സെയിൻറ്റ് നമുക്കറിയാം. ആരാണ്? സെയിൻറ്റ് ജോസഫ്. സെൻറ്റ് ജോസഫിൻ്റെ വേരിയസ് ടൈറ്റിൽസ് നിങ്ങൾക്കറിയാമോ? ഹീസ് നന്മരണ മധ്യസ്ഥനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, അതുപോലെ തന്നെ തിരുസഭയുടെ സംരക്ഷകനാണ്, തിരുകുടുംബത്തിൻ്റെ പാലകൻ. അങ്ങനെ പല രീതിയിൽ സെൻറ്റ് ജോസഫിന് ടൈറ്റിൽസ് ഉണ്ട്. സെൻറ്റ് ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു നന്മ എന്ന് പറയുന്നത് അദ്ദേഹം ദൈവികതം തിരിച്ചറിഞ്ഞ് ആ ദൈവികതത്തിന് വിധേയപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് നിശബ്ദതയായിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ബഹളവുമൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട്, നിശബ്ദമായിട്ടിരിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ സെൻറ്റ് ജോസഫ് യോസേപ്പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ യോസേപ്പിതാവിൻ്റെ തിരുസ്വരൂപങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തിരുസ്വരൂപങ്ങളിൽ രണ്ടെണ്ണം. ഒന്ന് ഈശോയെ കരങ്ങളിൽ വഹിക്കുന്ന യോസേപ്പിതാവ്, അതുപോലെ തന്നെ
ഉണ്ണിയേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്ന യോസേപ്പ് പിതാവ്, ഈ രണ്ട് തിരുസ്വരൂപങ്ങളും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ നിങ്ങൾ കരങ്ങളിൽ വഹിക്കുക, ഈശോയുടെ കൈപിടിച്ച് നടക്കുക. അങ്ങനെ ജീവിതത്തിൽ എല്ലാവർക്കും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതൃവേദിയുടെ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞതനുസരിച്ച് നിങ്ങളെല്ലാം കുറേ പേരൊക്കെ സിനിമ ആടുജീവിതം കണ്ടിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട് ആടുജീവിതം? ഓക്കെ, ആ ആടുജീവിതം ചിത്രീകരിച്ച് ഫിലിമായിട്ട് വരാനായിട്ട് ഏകദേശം 9-10 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പിതൃവേദിയുടെ പ്രോഗ്രാം കോവിഡിന് മുൻപ് അവർ അതിൻ്റെ പ്രാക്ടീസും പ്ലാനിങ്ങും ആരംഭിച്ചു. ഏകദേശം 6-7 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ ഒരു പദ്ധതി പൂവണിയുകയാണ്. ഇനിയും ഒത്തിരി പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അനുഗ്രഹീത കലാകാരന്മാർ സ്റ്റേജിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു നല്ലൊരു കലാവിരുന്ന് നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്ത പിതൃവേദി അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനിയും ധാരാളം നന്മ പ്രവൃത്തികൾ ഇടവകയ്ക്ക് ചെയ്യാനായിട്ട് പിതൃവേദി അംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയമുള്ളവരെ, ഏകദേശം 7000-ഓളം മെമ്പേഴ്സുള്ള 76ഓളം യൂണിറ്റുകളുള്ള കല്യാൺ രൂപത നട്ടലായ പിതൃവേദി എന്നുള്ള സംഘടന കോവിഡിന് ശേഷം പരിശോധിക്കുമ്പോൾ ഒരുപാട് ഇടവകളിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. വീര റോഡിലും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. വളരെ മനോഹരമായ പ്രോഗ്രാമാണ് അവിടെ കാഴ്ചവെച്ചത്. ഒരു ചെറിയ സന്ദേശം മാത്രമേ പറയുന്നുള്ളൂ. ഒരു വൈദികൻ ഇടവകയിൽ ഞായറാഴ്ച പറയുന്ന പ്രസംഗങ്ങൾ കുറച്ച് ബോറായി തുടങ്ങി. കാരണം കുറച്ച് മധ്യവയസ്കം കഴിഞ്ഞ് അദ്ദേഹം ഏകദേശം ഒരു 10-15 വർഷക്കാലം ആ ഇടവകയിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ വരവ് നിർത്തി അദ്ദേഹത്തെ കാണാനായിട്ട് വൈദികൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുർബാനയ്ക്ക് വരാത്തത്. എന്നാൽ അദ്ദേഹം ഒന്നും പറയുന്നില്ല, വികാരിച്ചൊന്നും ചോദിക്കുന്നില്ല. നല്ല തണുപ്പുള്ള ഒരു രാജ്യമാണ്. അവിടെ ഇങ്ങനെ വിറകൊക്കെ കൂട്ടിയിട്ട് കൽക്കരിയൊക്കെ ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈദികനൊരു കനലെടുത്ത് കുറച്ച് നീക്കി വെച്ചു. കുറച്ച് കഴിയുമ്പോൾ അത് കെടാനിട്ട് ആരംഭിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അത് എടുത്ത് വീണ്ടും തീയിലേക്ക് തന്നെ ഇടുകയാണ്. വൈദികനൊന്നും പറയുന്നില്ല. തിരിച്ച് പോകാൻ നേരത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, കാര്യം മനസ്സിലായി അച്ഛാ, അടുത്ത ആഴ്ച മുതൽ ഞാൻ പള്ളിയിൽ വന്നു. നമ്മളൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ ചത്തുപോകും, കെട്ടുപോകും. ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുക. അവർ വിഭാഗീയതയോ മറ്റ് വാക്കുതർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ കാലഘട്ടം നമ്മൾ ഇന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുക. അപ്പോൾ അതിലേക്ക് വളരുവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും വല്ലാതെ ആശംസകൾ തരുന്നു. ചിലപ്പോൾ ഒന്നുകൂടി ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരും എന്നുകൂടി ഉറപ്പെടുത്തുകൊണ്ട് എല്ലാവർക്കും വല്ലാതെ ആശംസകൾ തരുന്നു. താങ്ക് യു. മിശിഹായില് സ്നേഹം നിറഞ്ഞ മാത്യുവച്ച, വിനോയച്ച, വിമലച്ച, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ പിതൃവേദി ഭാരവാഹികളെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, I came just one week before to Sandom after 4 years living in Chandigarh, the capital city of Punjab and Haryana. ഞാൻ പഞ്ചാബിൽ ജീവിച്ചപ്പോൾ ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് വൺ ഓഫ് ദ സീറോ മലബാർ പാരിഷ്, ആൻഡ് ഐ വാസ് ദെയർ ഫോർ 1.5 years as a helping
priest in that particular parish. ആ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തപ്പോഴും എനിക്ക് ഞങ്ങൾക്ക് പിതൃവേദി, മാതൃവേദി, യൂത്ത്, എവറിഥിങ് ഈസ് ദർ. ബട്ട് when I came here, what surprised to me is the unity of the Pidirvedi members. As Father mentioned, Adijividam, the director of Adijividam took Blessy. He took 16 years to complete to this work, to put that Adijividam into a movie. അതുപോലെ ഇന്ന് പിതൃവേദിയിലെ മെമ്പേഴ്സ്, I think they were preparing for last 2.5 months for this particular day. നിങ്ങളുടെ ഈ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം എപ്പോഴും നിങ്ങളുടെ യൂണിറ്റി ആയിരിക്കും. So when you come together, the program will succeed. സെന്റ് ജോസഫ് ഡേ ആഘോഷിക്കുമ്പോൾ I think St. Joseph is the only patron who is having 2 feast days. One is on March 19 and second one is on May 1st. And as he is the patron saint of workers also, I bear also the name of St. Joseph. So the most important quality which I found in St. Joseph is the readiness to do the things. തൻ്റെ ജീവിതത്തിൽ ഒരു റെഡിനെസ് ഉണ്ടായിരുന്നു. ദൈവം അവനോട് ആവശ്യപ്പെട്ടു, നീ മറിയത്തെ നിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ, even though he was reluctant to do, but he ready to accepted the will of God. Many a times നമ്മുടെ ജീവിതത്തിൽ we are not ready to take up the responsibilities. But dear loving parishioners, wherever you go, wherever you work, you will be having many struggles, you will be having many difficulties in your life, but believe in God and ready to accept the will of God. നമ്മൾ ഒരിക്കലും നമ്മുടെ പരാജയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ തകർന്നു പോകുവാനായിട്ട് പാടില്ല. എപ്പോഴും സെന്റ് ജോസഫിനെ പോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളൊരു ഉറപ്പിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് നമ്മൾ പിതൃവേദിയുടെ നേതൃത്വത്തിൽ ഈ സെന്റ് ജോസഫ് ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് സെന്റ് ജോസഫിന്റെ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ പിന്തുടരാം. എപ്പോഴും ദൈവത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കട്ടെ. And another important thing which I found is you started with the prayer song. You included every members. I don't know how many members, but still starting from the parish priest, you included many of your Pidirvedi members. Usually we don't do that. But maybe the positive quality which I am telling, നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കണം. The Pidirvedi head, Mr. Jenny, right? Jenny Philip, yeah. So it's a good thing. It's one of the qualities which I found in your Pidirvedi. So continue the same spirit. So whenever you conduct some programs, you have exhibited the report also. So many good qualities are there. Continue the same spirit and move with more enthusiasm and vigor, so that your parish, your families will become strong and stronger. So may God bless all of us. Thank you. A very good morning to everybody present here. Most respected Chief Justice, most respected Reverend Father Matthew, our parish priest, Father Binoy and Father from St. Thomas School, dear Reverend Father Thomas, it's Vimal Das, right? Reverend Father Vimal Davis, our loving mother, Mother Teresa, little and the treasure. Our convener St. Joseph, Mother Teresa, and you feel good, right? I welcome sisters of Holy Cross Convent, St. Anne's Convent, and Ciron. They are to be here, or they are not present. And finally, my dear beloved parishioners, young and old, Pidirvedi Madhura Sangam youth and kids, I am very happy to have you all here. I wish you all a happy feast of divine mercy. Today we are here on this joyous occasion to celebrate jointly the feast of St. Joseph after a very long time.
We've been through the new normal, which had kept us away from many gatherings and activities, though slowly it has picked up. Let me thank God for this, to have kept us safe through our prayers. All more, we did receive blessings by the prayers of our community spiritual guides. At the same time, remembering who all left with us, our support and services to the families are commendable. Now it is with great honor that we celebrate the Pitruvedi Day for the members who has been instrumental in contributing for the various well-being and progress of our parish and across the diocese, in forefront, silently and behind the scenes. Our strong bonding and commitment amongst is quite noticeable and well acknowledged. Within the possibilities, Pitruvedi members have worked, contributed and participated for the various services for the parish and across while we lived in a controlled and secure environment as necessary. We took guided inspection with the right perspective and behaved responsibly to the situation, and more importantly, we took suggestions with its value to the extent we can go to perform, which was quite imperative. The day was on March 19, however it came during the Lent season, and hence members were quite vocal about the importance for the holy season. Members were not ready for any social time together. We decided to shift the celebration to this day. While this, the holy functions and nurture was done as part of the required necessity of the day. Further, with the guidance and concerns of the parish head and members, we prepared for this day. Our contributions have been shared to you all. Maybe we could have done more. Hopeful and will strive towards more with all your support as needed. Pitruvedi's members' performance, support and energy comes from the other strong hands who are responsible for the strong go-ahead which helps in their dedication for the various social services at St. Thomas Church. Hence, it is very important to highlight and would like to mention our parish priest, Madhura Sangam, youths and kids. A word of appreciation from our heart is necessary. Does matter and a lot to be shared to create a smile on your face. Your expectations to make the happenings happen better through your guidance, feedbacks and jovial construction criticism and demonstration in courses has helped, and further did help us with the positivity to the large contribution to our community, with rewards only on blessings only from the Lord. Looking forward to your continued support and helping hand as needed. So, this is the day we were all longing for and here to experience. You're going to witness next couple of hours filled with action-packed performance, our talented artists to show up their inner soft skills apart from their strong professional expertise where they are excelling to run their families. Pitruvedi is setting up a level of expectation and benchmark which is to be taken higher to the future by the future members and youths who are expected to be in the transition sooner or later. While you have been along with Pitruvedi for the various activities, it's our show, a different show today in the new era of digital technology, a way forward in the journey of St. Thomas Church. We all know as kids, we grew up hearing, all work and no play make Jack a dull boy. Yes, now with the relevance of time has gone by. It's all work and no play makes uppens dull boy. Here your uppens who are all set to change the gears, let us start to rock the day. Make some noise, make some moves, just wait. No, cannot wait more. The wait is over and we need to start seeing the experience, the scintillating performance. It is also to be noted very well that there are many silently around supporting in other activities to make you happy and feel good. Lot of meticulous planning, commitment and dedication has gone into by many in strong collaboration. We also stand to be corrected as required. Sit back, relax and enjoy. Make this day memorable. Cheer them and participate as required. Again, wishing you all Pitruvedi and all parishioners and Thomases the abundance of blessings and keeping us in prayers. Your motivation and right direction will keep us going and continue the relentless contribution. Thank you and God bless you all.
कहते हैं शादी करने का कोई सही वक्त नहीं होता, जब कर लो बस तभी से तुम्हारा बुरा वक्त शुरू हो जाता है। अदिति, मेरे शेर, मेरे चीते, तुझे कुछ साल अकेला क्या छोड़ा? तूने इतना बड़ा झोल कर दिया। बदतमीजी एक बीमारी है, ऐसी बीमारी जो धीरे धीरे वक्त के साथ बुढ़ापे में बदल जाती है। मैं कहता हूं जब तक बुढ़ापा नहीं आता थोड़ी बदतमीजी ही कर लेते। चिकनी चमेली देखी चिकना कमीना देखा कान ने जिधर होके छींट किया तो सारे तारे बोले गिली गिली अक्खा। मेरी बात तेरी बात ज्यादा बातें बुरी बात, थाली में का दौरा लेकर आलू भात पूरी भात। मेरे भी जो किसी ने रिपीट किया तो सारा मैंने तेरे मुंह से मारा मुक्का। सजदा करूं, जैसे कहो वैसे चाहूं। जानू मेरी जानू, जाने जाना जानू।
तुम्हें फिर दिल ने पुकारा, तुम्हारी यादें सताए, नहीं है कोई हमारा। दुनिया के गम सहता हूँ मैं, बिरहा के गम सह न पाऊं। जानू मेरी जान, जाने जान जानू। हमेशा देखा वही है, मिलन के संग है जुदाई। शायद वो होगा दीवाना, चाहत ये जिसने बनाई। हमेशा देखा यही है, मिलन के संग है जुदाई। शायद वो होगा दीवाना, चाहत ये जिसने बनाई। चाहे जलूं चाहे मरूं, फिर भी तेरे धुन में गाऊं। दिल में हो तुम, आँखों में तुम, बोलो तुम्हें कैसे चाहूं। पूछा करूं सजदा करूं, जैसे कहो वैसे चाहूं। Thank you. Thank you. അറിയാതെ അറിയാതെ ഈ പവിഴവാക്കുകളറിയാതെ അറിയാതെ അറിയാതെ ഈ പവിഴവാക്കുകളറിയാതെ അലയാൻ വാ അറിയാൻ വാ ഈ പ്രളയ കൽപ്പത്തിനമരം ഇതൊരമര സംഗീത സല്ലാപം
രാജഹംസങ്ങൾ പാട്ടിന്റെ പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ കാമുപോൽ നെഞ്ചിലമഞ്ഞു കുറുകി നിൽക്കുന്ന നിന്റെ അമ്പലം രുദ്രവീണയായി പാടുന്നു നീ ദേവശില്പമായി ഉയരും ഇതൊരു സംഗീത സല്ലാപം അറിയാതെ അറിയാതെ അറിയാൻ വാ അറിയാൻ വാ പ്രണയ കൽപ്പത്തിരമരാൻ വാ വൃന്ദങ്ങൾ വാനിലുയരുന്നു സ്വർണ്ണ കസ്തൂരി കനക കളവങ്ങൾ മാറ്റിവിടുന്നുവോ അറിയമാൻ വേണ പോലെ നീ എന്റെ അരികിൽ വന്നൊന്നു നിൽക്കുമ്പോൾ അറിയിലാടുന്ന ദൈവതാരങ്ങൾ മന്ദമേനാക്കുമ്പോൾ നീ വലവനാകയായി പാടി സംഗീത അറിയാതെ അറിയാതെ അലയാൻ വാ അറിയാൻ വാ പ്രളയ കൽപ്പത്തിലമരാ चाँद जब आए प्यार बरसाए हमको तरसाए ऐसा कोई साथी हो ऐसा कोई प्रेमी हो प्यास दिल की बुझा जाए नीले अंबर पर चाँद जब आए प्यार बरसाए हमको तरसाए ऐसा कोई साथी हो ऐसा कोई प्रेमी हो प्यास दिल की बुझा जाए नीले नीले अंबर पर चाँद जब आए प्यार बरसाए हमको तरसाए प्यासा प्यासा अंबर
को, ऊंचे ऊंचे पर्वत जब चूमते हैं अंबर को, प्यासा प्यासा अंबर जब चूमता है सागर को, प्यार से बसने को, बाहों में बसने को, दिल मेरा ललचाए, कोई तो आ जाए, ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए, नीले नीले अंबर पर चांद जब आए, प्यार बरसाए, हमको तरसाए। सांस की गर्मी को, हाथों की नरमी को, मेरा मन तरसाए, कोई तो छू जाए, ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए, नीले नीले अंबर पर चांद जब आए, प्यार बरसाए, हमको तरसाए। सतरंगी बरसातों में जब तन मन भीगा जाए, छम छम करता सावन बूंदों के बाण चढ़ाए, सतरंगी बरसातों में जब तन मन भीगा जाए, प्यार में नहाने को, डूब ही जाने को, दिल मेरा तड़पाए, ख्वाब जगा जाए, ऐसा कोई साथी हो, ऐसा कोई प्रेमी हो, प्यास दिल की बुझा जाए, नीले नीले अंबर पर चांद जब आए, प्यार बरसाए, हमको तरसाए, ला 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 ला। Thank you.
सब हटा रे सावन की घड़ा, चल अपना चला, चल अपना चला, जल्दी। On the floor baby, hit it hard baby, rock the party baby, patu lengi podi. On the floor baby, hit it hard baby, rock the party baby, patu lengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ണണ കാലത്തെ മിടുക്കി പിന്നെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. On the floor baby, hit it hard baby, rock the body baby, patu lengi podi. On the floor baby, hit it hard baby, rock the body baby, patu lengi podi. रात का है अपना मजा, आ यार मस्ती में तू झूम जा। ओ इस रात का है अपना मजा, आ यार मस्ती में तू झूम जा। बैठा है क्या सीटी बजा, लुंगी पकड़ के जरा घूम जा। ये डांस तेरा देख देख झटके लगे तेज तेज, दिल सबका धक धक करे। रंट लगा रे, मैं नाचा तो सबको करंट लगा रे, रंट लगा रंट लगा रंट लगा रे। मैं नाचा तो सबको करंट लगा रे, तुमका मेरा एक्सीलेंट लगा रे। मैं नाचा तो सबको करंट लगा रे। मजा पा दा ए इडिया वाला बात कमिंग ओके। रेडी नचता रे दिल नचता, खुल के थिरकने से बचदा। रेडी थिरक रे लड़क भड़क बंदा हो, खलक तलक बंदा हो, फिकर फिकर जिंदा हो, बंदा हो जिंदा हो। तबड़ तोड़क बंदा हो, पलक तलक बंदा हो, सबर शुक्र जिंदा हो, बंदा हो जिंदा हो। धड़पन रंगारे धड़कन अंगारे, तन मन गंगारे, जिंदा बंदा हो। अरे तन मन गंगा
जरूरत है जैसे, सांसों की जरूरत है जैसे, जिंदगी के लिए बस एक सनम चाहिए आशिकी के लिए। जान की जरूरत है जैसे, जान की जरूरत है जैसे, फिर खुदी के लिए हाँ एक सनम चाहिए आशिकी के लिए। बस एक सनम चाहिए आशिकी के लिए। हाथों में सब तकदीर है, वक्त के हाथों में सब तकदीर है। आईना झूठा है सच तस्वीर है, जहाँ दर्द है वही गीत है, जहाँ मीत है वही प्यार है। जरूरत है जैसे, सांस की जरूरत है जैसे, मौशकी के लिए हाँ एक सनम चाहिए आशिकी के लिए। बस एक सनम चाहिए आशिकी के लिए। मंजिलें हासिल है फिर भी एक दूरी है, मंजिलें हासिल है फिर भी एक दूरी है। बिना हमराही के जिंदगी अधूरी है, मिलेगी कहीं कोई रह गुजर, तन्हा कटेगा हंसी ये सफर। मेरे सपने हो जहाँ दुख में ऐसी नजर, चाँद की जरूरत है जैसे, चाँद की जरूरत है जैसे, चाँदनी के लिए बस एक सनम चाहिए आशिकी के लिए। सांसों की जरूरत है जैसे, सांसों की जरूरत है जैसे, जिंदगी के लिए बस एक सनम चाहिए आशिकी के लिए। बस एक सनम चाहिए आशिकी के लिए, आशिकी के लिए, आशिकी के लिए, आशिकी के लिए।
ജീവന്റെ കോട്ടിലും താരണം കിളികളെ ചേരുമോ കുമണിക്കൂവൽ തരാ അരിയാടതരാ Thank you. माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो बेहद हंसी ऐसे
हमसे खुश हो या हो खफा, तिरछी नजर तीखी अदा, लगते हो क्यों बेधार से, देखो कभी तो प्यार से, डरते हो क्यों इकरार से, माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं। आसान हो जाए सफर, छोड़ो दुनिया का घर, तोड़ो न दिल इनकार से, इकरार से माना हो बेहद हंसी, ऐसे बुरे हम भी नहीं। देखो कभी तो प्यार से, डरते हैं क्यों इकरार से। ആഗതമായല്ലോ സമാഗതമായല്ലോ ശോഭ പരത്തുന്ന പള്ളിത്തിരുനാള്, ആഗതമായല്ലോ സമാഗതമായല്ലോ ശോഭ പരത്തുന്ന പള്ളിത്തിരുനാള്, മീരാ റോഡിലെ സെന്റ് തോമസിൻ പള്ളിത്തിരുനാള്, പള്ളിത്തിരുനാള്, മീരാ റോഡിലെ സെന്റ് തോമസിൻ പള്ളിത്തിരുനാള്, പള്ളിത്തിരുനാള്, ആഗതമായല്ലോ സമാ
സമാഗതമായല്ലോ ശോഭ പരത്തുന്ന പള്ളിത്തിരുനാള്. യേശുനാഥൻ അപ്പസ്തോലൻ തോമാശ്ലീഹായും വിശുദ്ധനാം സെബസ്ത്യാനോസും. യേശുനാഥൻ അപ്പസ്തോലൻ തോമാശ്ലീഹായും വിശുദ്ധനാം സെബസ്ത്യാനോസും. പരിശുദ്ധയാം കന്യാമേരിയെയും വിശുദ്ധയാം അൽഫോൻസയെയും ഒന്നിച്ചുന്നാദരിപ്പൂ ഒന്നിച്ചുന്നാദരിപ്പൂ. ഓർമ്മത്തിരുനാളിൽ അള്ളിത്തിരുനാളിൽ ഓർമ്മത്തിരുനാളിൽ അള്ളിത്തിരുനാളിൽ. വീടുകൾ തോറും അമ്പുമായി കേറിയിറങ്ങിടാം വിശുദ്ധരെ വാഴ്ത്തി വണങ്ങിടാം. വീടുകൾ തോറും അമ്പുമായി കേറിയിറങ്ങിടാം വിശുദ്ധരെ വാഴ്ത്തി വണങ്ങിടാം. വീഥികൾ തോറും ഗീതമാലപിക്കാം പ്രദക്ഷിണ വഴികളിൽ പുഞ്ചിരി തൂകിടാം മധുരമേകിടാം സൗഹൃദമേകിടാം. ഓർമ്മത്തിരുനാളിൽ അള്ളിത്തിരുനാളിൽ ഓർമ്മത്തിരുനാളിൽ അള്ളിത്തിരുനാളിൽ. ഒത്തുചേരാം കൂട്ടുകൂടാം ഒന്നിച്ചൊന്നാടിപ്പാടാം. ഒത്തുചേരാം കൂട്ടുകൂടാം ഒന്നിച്ചൊന്നാടിപ്പാടാം. ചെണ്ടമേളം മുത്തുക്കുടയും ബാൻഡുവാദ്യവും ചിരിതൂകും ചെറുപൂത്തിരികൾ. തിരുനാളു കൂടുവാൻ സ്വാഗതമേകുന്നു പ്രാർത്ഥനയാൽ അനുഗ്രഹം നേടൂ. യേശുവിൻ്റെ തിരുനാള് വാഴ്ത്തിപ്പാടിടാം പ്രദക്ഷിണ വഴികളിൽ നൃത്തമാടിടാം വാഴ്ത്തിപ്പാടിടാം വാഴ്ത്തിപ്പാടിടാം. ഓർമ്മത്തിരുനാളിൽ അള്ളിത്തിരുനാളിൽ ഓർമ്മത്തിരുനാളിൽ അള്ളിത്തിരുനാളിൽ. ആഗതമായല്ലോ സമാഗതമായല്ലോ ശോഭ പരത്തുന്ന പള്ളിത്തിരുനാള്. ആഗതമായല്ലോ സമാഗതമായല്ലോ ശോഭ പരത്തുന്ന പള്ളിത്തിരുനാള്. മീരാ റോഡിലെ സെന്റ് തോമസിൻ പള്ളിത്തിരുനാള് പള്ളിത്തിരുനാള്. മീരാ റോഡിലെ സെന്റ് തോമസിൻ പള്ളിത്തിരുനാള് പള്ളിത്തിരുനാള്. ആഗതമായല്ലോ സമാഗതമായല്ലോ ശോഭ പരത്തുന്ന പള്ളിത്തിരുനാള്. ഒത്തുചേരാം കൂട്ടുകൂടാം ഒന്നിച്ചൊന്നാടിപ്പാടാം. ഒത്തുചേരാം കൂട്ടുകൂടാം ഒന്നിച്ചൊന്നാടിപ്പാടാം. ഒത്തുചേരാം കൂട്ടുകൂടാം ഒന്നിച്ചൊന്നാടിപ്പാടാം. ഒത്തുചേരാം
He's a freaking badass man. സിംഹമിറങ്ങിയ കാറ്റിൽ വിരുന്ന് നരവേട്ടയിൽ ചിതരണം ഭയന്ന് പെരുപ്പുള്ളികൾക്ക് തലവറ എഴുതി കുടലുറിയന സംഭവം ഇനി ഇതുവരെ ഒരു നല്ലവനിവനാ. Badass Mr. Leonidas is a badass. ഇനി കഥയിൽ രാക്ഷസ മുഖമാ. Badass man. കത്തിത്തിളച്ച് വന്നെറിയുന്ന കനല് അടുക്കേണ്ട നീ കുടൽവാലക കൊണ്ടിനി വീട്ട് മറക്കേണ്ട നീ. പാതാച്ചിട മുടമാറ്റി ഓടിട് പാതാച്ചിട മിണ്ടാതെ ഒതുങ്ങിട് പാതാച്ചിട ലിയോദാസിട പാതാച്ചിട മുടമാറ്റി ഓടിട്. Badass Mr. Leonidas is a badass. He's a freaking badass man. Jalva, Jalva, Yo, blaze up the walk, light it up to the beat. Come on, Jalva, give it to me. Jalva, Give it to me. Jalva. Gorgeous with attitude in every latitude. Miss Hot Booty, come on, baby, do your duty. Work. जिस्मों का है ये जलवा, किस्मों का है ये जलवा, शोहरत भी दे ये जलवा, मकसद भी दे ये जलवा. Tell him like it is. I can't hear. दिलकश लगे ये जलवा, मैं कश लगे ये जलवा, नशा ही नशा ये जलवा, मजा ही मजा, नशा ही नशा. Throw it up, throw it up. आग सी रवानियां लेती गए अंगड़ाइयां, ये जला दे दिलों में चिंगारियां. ये जलवा फैशन का है ये जलवा, ये जलवा फैशन का है ये जलवा, ये जलवा फैशन का है ये जलवा, ये जलवा फैशन का है ये जलवा. She got the styling in her. Not even smiling in her. She got the styling in her. Come along, feel the rhythm is in the air. Shake it alone, yeah. Keep swinging in style. 'Cause I can feel it. Move by my side as the music is soaring. Going shouting and roaring, Now tell me, can you hear? dancing all night. है अदा का नजराना, हर जुबा को अफसाना, हर किसी पे छा जाना. हो ये जलवा, हो ये जलवा, कर दे सबको मस्ताना. हर जमाना दीवाना, दिन में दौरे दिखलाना. हाँ ये जलवा, हाँ ये जलवा, आओ किसी रवानियों लेती गई अंगड़ाइयां. ये जला दे दिलों में चिंगारियां. ये जलवा फैशन का है ये जलवा, ये जलवा फैशन का है ये जलवा. Let me see your hands up. That's right. Hit me with it. इसने सबको भरमाया है अजब इसकी माया, कोई भी बच ना पाया. हो ये जलवा, हो ये जलवा, Let's go. आसमां भी दिखलाया, जमीन पे भी ले आया. क्या ना इसने करवाया. हो ये जलवा, हाँ ये जलवा, आग सी रवानियां लेती गए अंगड़ाइयां. ये
സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ഇടവക വികാരി റവറൻ ഫാദർ മാത്യു, മുഖ്യാതിഥിയായ റവറൻ ഫാദർ ബോബി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, ഏവർക്കും സെന്റ് ജോസഫ് ഡേയുടെ ആശംസകൾ സന്തോഷപൂർവ്വം നേരുന്നു. ഏതൊരു ചടങ്ങിൻ്റെയും മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നത് അതിൻ്റെ ശുഭകരമായ പര്യവസാനം സാധിക്കുമ്പോഴാണ്. പിതൃവേദിയുടെ നേതൃത്വത്തിലുള്ള സെന്റ് ജോസഫ് ഡേ സെലിബ്രേഷൻ്റെ സമാപന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഔപചാരികമായ നന്ദി പ്രകടനം എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ചെറിയൊരു കാലയളവിൽ തന്നെ ഇടവക ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ഇടവകയെ ഒരുമിച്ച് നിർത്തുവാൻ മാത്യുച്ചന് കഴിഞ്ഞു. ശാന്തനും സൗമ്യനുമായ മാത്യുച്ചൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 2020 ബോബിയച്ചൻ അംഗീകരിച്ച ഈ പിതൃവേദിയുടെ സെലിബ്രേഷൻ 2024 അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുവാൻ മാത്യുച്ചൻ തന്ന അനുവാദം അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കതയ്ക്ക് ഉത്തമോദാഹരണമാണ്. ഇടവകയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി പ്രോത്സാഹിപ്പിച്ച് പിന്തുണ നൽകി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശവും ഉത്സാഹവും പ്രദാനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി മാത്യുച്ചന് പിതൃവേദിയുടെ പേരിൽ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഉയർന്ന ഉത്തരവാദിത്വ ബോധവും നിശ്ചയദാർഢ്യവുമുള്ള ബോബിയച്ചൻ വളരെ തിരക്കേറിയ ഒരു ദിവസമായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നതോർക്കുമ്പോൾ മീരാ റോഡ് ഇടവകയോടുള്ള അച്ഛൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും കരുതലും നമുക്ക് മനസ്സിലാക്കാം. ബോബിയച്ചൻ്റെ ഈ സന്മനസ്സിനും സാന്നിധ്യത്തിനും സന്ദേശത്തിനും ഇടവകങ്ങളുടെ പേരിൽ നിസ്സീമമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇടവകയുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന സേവന തൽപരരായ ട്രസ്റ്റിമാർ മിസ്റ്റർ നിക്സൺ ജോസഫ്, മിസ്റ്റർ ജോൺ ചിറ്റിലപ്പിള്ളി എന്നിവരുടെ സഹായ സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്നേഹവും സൗഹൃദവും മുതലാക്കിയ പിതൃവേദിയുടെ എക്സിക്യൂട്ടീവ്സ്, പ്രസിഡന്റ് മിസ്റ്റർ ജെന്നി ഫിലിപ്പ്, സെക്രട്ടറി മിസ്റ്റർ വർഗീസ്, ട്രഷറർ മിസ്റ്റർ ഫ്രാൻസിസ് എന്നിവരുടെ സഹകരണങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സെന്റ് തോമസ് ചർച്ചിന്റെ അഭിമാനമായ സാന്തോം പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഫാദർ ബിനോയ്, ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്ന മാനേജർ ഫാദർ തോമസ്, പുതുതായി ചാർജ് എടുത്ത ഫാദർ ആൻഡ്രൂ, ഫാദർ വിമൽ ഡേവിസ് എന്നിവരുടെ സാന്നിധ്യം ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ആദരണീയരായ ഈ വൈദികർക്ക് ഇടവകയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇടവക ജനങ്ങളോട് സ്നേഹത്തോടും കരുതലോടും കൂടി പെരുമാറുകയും സദാ കർമ്മനിരതരായി ചർച്ചിൻ്റെയും സ്കൂളിൻ്റെയും കാര്യങ്ങളിൽ ചുറുചുറുക്കോടെ ഓടി നടന്ന് എല്ലാവർക്കും സഹായം ചെയ്യുന്ന മദർ സിസ്റ്റർ ടീന, സിസ്റ്റർ ടിൻസ, സിസ്റ്റർ ബ്ലെസ്സി എന്നിവർക്ക് പിതൃവേദിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പരസ്പര സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയും പകർന്നു ചെന്ന ഹോളി ക്രോസ് സെന്റ് ആൻഡ് സെന്റ് ജെറോം സിസ്റ്റേഴ്സിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ മികച്ച രീതിയിൽ പ്രേക്ഷകരിൽ എത്തിക്കും വിധം ആകർഷകമായി ആങ്കറിംഗ് നിർവഹിച്ച മിസ്റ്റർ ഷിബു ജോസഫിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ ആഘോഷങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോലി കഴിഞ്ഞു വന്ന് ക്ഷീണം വകവയ്ക്കാതെ രാത്രിയിൽ 2-3 മണിക്കൂർ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഇന്നിവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ പിതൃവേദിയുടെ മിന്നും താരങ്ങൾ അവതരിപ്പിച്ച ദൃശ്യവിസ്മയം ഏവരും അത്ഭുതത്തോടും ആകാംക്ഷയോടും ഏറ്റെടുത്തു. ഈ ഹൈ വോൾട്ടേജ് പെർഫോമൻസിന് പിതൃവേദിയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഓർക്കസ്ട്രയിലൂടെ ഈ സമ്മേളനത്തെ സംഗീത സാന്ദ്രമാക്കിയ പിതൃവേദി ഗായകർക്കും അവരുടെ പ്രാക്ടീസിന് വേണ്ടി വേദിയൊരുക്കിയ മിസ്റ്റർ ആന്റണി ഡേവിസിനെയും കുടുംബത്തെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
പ്രയർ സോങ്ങിലും ഫാഷൻ ഷോയിലും പങ്കെടുത്ത് സഹകരിച്ച അംഗങ്ങളെയും വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് സ്വാദിഷ്ടമായ സ്നേഹവിരുന്നൊരുക്കിയ പിതൃവേദി അംഗങ്ങൾ, ലഘുഭക്ഷണം വിതരണം ചെയ്ത മാതൃസംഘം പ്രവർത്തകർ, പിതൃവേദിയുടെ ഫൈനാൻസ് കമ്മിറ്റി, സിസ്റ്റം ഓപ്പറേറ്റേഴ്സ്, KBC ജഡ്ജസ്, കോറിയോഗ്രാഫർ ഡാനിഷ് സർ, കൃഷ്ണ, പെരുന്നാൾ ആൽബത്തിന്റെ ഗാനരചയിതാവ് മിസ്റ്റർ സുരേഷ് കുമാർ ടി, സംഗീതജ്ഞനും ഗായകനുമായ മിസ്റ്റർ മിഞ്ചു ചമ്പക്കര, സൗണ്ട് ആൻഡ് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒരുക്കിയ ജേസൺ, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിലും AC-യുടെ തണുപ്പിൽ ഈ പരിപാടി ആസ്വദിക്കാൻ ഹാളിൽ സൗകര്യമൊരുക്കി തന്ന മിസ്റ്റർ വിനയ്, മിസ്റ്റർ മാർക്ക് എന്നിവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, നിങ്ങളില്ലെങ്കിൽ എന്താഘോഷം? കലാകാരന്മാരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ഏതൊരു പരിപാടിയും വൻ വിജയമാക്കാൻ ശക്തമായ പിന്തുണ നൽകുന്ന സ്നേഹസമ്പന്നരായ നിങ്ങൾ ഓരോരുത്തർക്കും ഈ അവസരത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ സെൻറ് ജോസഫ് ഡേ സെലിബ്രേഷൻ ഗംഭീര വിജയമാക്കി തീർക്കാൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു വാക്ക് ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് ഇവിടെ പിതൃവേദിയുടെ പരിപാടിയാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞാണ് ഞാനിവിടെ വന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പിതൃവേദിയാണോ യുവജനത്തിൻ്റെ പരിപാടിയാണോ എന്നൊരു സംശയം വന്നു. അത്രയേറെ പ്രായത്തെ വെല്ലുന്ന ചടുലതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത കൂട്ടായ്മയുള്ള നല്ലൊരു ഇടവകയായിട്ട് ഇത് ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഊണുമേശകളെ സ്നേഹിക്കുകയും വിരുന്നായി മാറുകയും ചെയ്ത നല്ല തമ്പുരാനെ, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ ഞങ്ങളുടെ കൂട്ടായ്മകളെ വിശുദ്ധീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയവരെയും ഭക്ഷിക്കാൻ പോകുന്ന ഞങ്ങളേവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എല്ലാവർക്കും നല്ല വിശപ്പ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.